മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിനന്ദനായ ഡോക്ടർ തെയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി, എൻ്റെയും MLA കൂടിയായ പ്രിയപ്പെട്ട പ്രശാന്ത്, ബഹുമാനപ്പെട്ട വികാരി പ്രസാദ് പൊന്നച്ചൻ അച്ഛൻ, ഭദ്രാസന സെക്രട്ടറി പ്രിയപ്പെട്ട ഷിബു അച്ഛൻ, പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, മാതാപിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സ്നേഹിതരെ, പേരൂക്കട എബനേസർ മാർത്തോമാ ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷമാണ്. സഭയുടെ പരമാധ്യക്ഷൻ അഭിനന്ദനായ മെത്രാപ്പൊലീത്ത തിരുമേനി, സന്നിഹിതനായി നമ്മെ അനുഗ്രഹിക്കുന്ന ഈ കൂട്ടായ്മയിലും ഈ നിറവിലും എനിക്ക് കൂടി സംബന്ധിക്കുന്നതിന് ഇടയായതിലും ഈ സന്തോഷകരമായ കൂട്ടായ്മയിൽ എന്നെയും ക്ഷണിച്ചതിലും ഈ ഇടവകയോട് പ്രത്യേകമായി ഞാൻ നന്ദി അറിയിക്കുന്നു. വികാരിയച്ഛൻ സ്വാഗതം പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എന്നാൽ പിന്നെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട മന്ത്രിക്ക് ഞാൻ അങ്ങ് സ്വാഗതം പറയും. ഈ ഇടവക നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിർവഹിക്കുന്ന ബൃഹത്തായ ശുശ്രൂഷകൾക്കും അതുല്യമായ ക്രൈസ്തവ സാക്ഷ്യത്തിനും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായി അതിൻ്റെ റിപ്പോർട്ട്, ബഹുലമായ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്തമായ ആവിഷ്കരണം, അതെല്ലാം വെളിവാക്കുന്നത് ഇതൊരു ചൈതന്യമുള്ള ഇടവക സമൂഹമാണ്. ഈ ഇടവക സമൂഹത്തിൻ്റെ തീർത്ഥാടനത്തിൽ 5 പതിറ്റാണ്ട് പൂർത്തിയാക്കുമ്പോൾ സർവശക്തനായ ദൈവം ഞങ്ങളെ തുടർന്നും വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല. അത് പറയുമ്പോൾ നാം ഓർക്കുന്നത് സാധാരണ ലഭിക്കാത്ത പ്രത്യേക എന്തോ ആനുകൂല്യങ്ങൾ, അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ്. എന്നാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ കേവലം ചില അനുഗ്രഹങ്ങളുടെ ഭൗതികമായ ഒരു അനുഭവത്തിൽ നമ്മെ പരിമിതപ്പെടുത്തുകയല്ല തിരുവചനം ചെയ്യുക. രൂപാന്തരപ്പെടുത്തുന്നതിന് ഒരുവനെ പ്രാപ്തനാക്കുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. And what is a parish? It's a collective name of Christian discipleship. യേശുവിനെ അനുഗമിക്കുന്നതിൻ്റെ കൂട്ടായ്മയുടെ പൊതുനാമമാണ് ഇടവക. നാം വ്യക്തികളായി, കുടുംബങ്ങളായി കഴിഞ്ഞിരുന്നപ്പോൾ ഒരു കൂട്ടായ്മയായി പരിശുദ്ധ റൂഹ ചേർത്ത് നിർത്തിയതിൻ്റെ, മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവിധം നമ്മെ എടുത്തുപയോഗിച്ചതിൻ്റെ
50 വർഷത്തെ നമ്മുടെ യാത്രയുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ജൂബിലി. ദീർഘമായി ഇവിടെ സംസാരിക്കുന്നു എന്നത് ശരിയല്ല. കീനോട്ട് അഡ്രസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചിട്ട് പിൻവാങ്ങണമെന്നാണ് അതിൻ്റെ അർത്ഥം. മാത്രവുമല്ല, നമ്മുടെ ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രി ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിനും പറയണമല്ലോ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗാഡ്. ഇന്ന് കത്തോലിക്ക സഭയിൽ ഈ ദിവസം ഒരു വിശുദ്ധൻ്റെ ഓർമ്മ ദിവസമാണ്. വിശുദ്ധ ജോൺ 23 മാർപ്പാപ്പ തിരുമേനി. അദ്ദേഹം വളരെ പ്രായമായ സമയത്ത് പത്രോസിൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. കർദിനാളന്മാർ വിചാരിച്ചു, ഉറപ്പായി അങ്ങനെ കരുതിയിട്ടുണ്ടാകും, ഈ പ്രായമുള്ള ആളിനെ തിരഞ്ഞെടുത്താൽ അധികം കാലം നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരില്ല, പിന്നീട് നമുക്ക് വളരെ ആലോചനയോടുകൂടി ഒരാളിനെ തിരഞ്ഞെടുക്കാനുള്ള സാവകാശം കിട്ടും. അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. 76-ാമത്തെ വയസ്സിലോ മറ്റാണ് അദ്ദേഹം പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തോട് അഭിനന്ദനങ്ങൾ പറയുമ്പോഴും മനസ്സിലുള്ളത്, പാവം, ഈ വാർദ്ധക്യത്തിൽ എന്തു ചെയ്യാൻ സാധിക്കും എന്ന്. കത്തോലിക്ക സഭയിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവന്ന വ്യക്തിയാണ് ഈ 76-കാരൻ ജോൺ 23 മാർപ്പാപ്പ തിരുമേനി. തിരുമേനി പറഞ്ഞു, നമുക്ക് നമ്മുടെ ജനാലകളും കതകുകളും ഒക്കെ ഒന്ന് തുറന്നിടാം, ശുദ്ധവായു അകത്തേക്ക് കയറുകയും പുറത്തേക്ക് പോവുകയും ചെയ്യട്ടെ. ഓപ്പൺ ദ വിൻഡോസ് സോ ദാറ്റ് വി വിൽ ഹാവ് റിഫ്രഷിങ് എയർ. അദ്ദേഹം പറഞ്ഞു, നമുക്ക് സഭയുടെ പുനരേകീകരണവും നവീകരണവും ആവശ്യമാണ്. മർത്തോമാ ഇടവകയെ സംബന്ധിച്ച് രണ്ടാമത് പറഞ്ഞ വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും നിൽക്കുന്ന വാക്കാണ്. നവീകരണം അത് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സംഭവിക്കുന്ന രൂപാന്തരീകരണമാണ്. അദ്ദേഹം 81-ാമത്തെ വയസ്സിൽ നിര്യാതനായി. 5 വർഷക്കാലം മാത്രം അദ്ദേഹം സഭയുടെ പരമാധികാരിയായി ശുശ്രൂഷ ചെയ്തു. പക്ഷേ ഈ ലോകത്തിൽ കത്തോലിക്ക സഭയ്ക്ക് പുതിയ വെളിച്ചം നൽകുന്നതിന് വിപ്ലവാത്മകമായി സഭയെ പൊതുസമൂഹത്തിലേക്ക് തുറന്നിട്ട വലിയ ഒരു മനുഷ്യൻ. നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് പകച്ചു നിൽക്കുമ്പോൾ നാം ദൈവത്തിൽ വിശ്വസിച്ച്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എബനേസർ മാർത്തോമാ ഇടവക നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അരികിൽ നിൽക്കുന്നവർക്ക് നൽകുന്ന ആശ്വാസത്തിൻ്റെ വലിയ സാക്ഷ്യം, അടയാളം, ശബ്ദമിതാണ്. എവരിതിങ് ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാം സാധ്യമാണ്. നാം മിഷൻ എന്ന് വിളിക്കുന്ന ഇടങ്ങൾ എങ്ങനെ രൂപം കൊണ്ടു? നാം രൂപാന്തരപ്പെട്ടതിൻ്റെ അടയാളമാണ്. ആ ഒരു സ്ഥലത്ത് പോയി കെട്ടിടം നിർമ്മിച്ചതിൻ്റെ പേരല്ല മിഷൻ. ദാറ്റ് ഇസ് എ സൈൻ ഓഫ് അവർ ഓൺ എക്സ്റ്റൻഷൻ. നമ്മുടെ ജീവിത സാക്ഷ്യത്തിൻ്റെ തുടർച്ചയാണ് അങ്കോളയിലാകട്ടെ, ഹാർവിപുരത്തെ മിഷനാകട്ടെ, എല്ലാം നമുക്കടയാളമായി നൽകുക. നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇടവക ഇനിയും ഈ തലസ്ഥാന നഗരിയിൽ ക്രൈസ്തവ സാക്ഷ്യം നൽകുന്നതിന് കൂടുതൽ ശക്തമായി ദൈവവചനത്തിൽ അടിയുറച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതിന് പരിശുദ്ധാത്മാവ്
സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ പലരും അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അവസാനം എൻ്റെ അടുക്കൽ തന്നെയാണ് വരുന്നതെന്നുള്ളത് എനിക്ക് സന്തോഷമാണ്. മെത്രാപ്പൊലീത്ത തിരുമേനിയും വികാരിച്ചനും ഒക്കെ ഇല്ലാത്തപ്പം ഞാൻ സന്ധ്യാവേളയിൽ ആ വഴി പോകാറുണ്ട്. അന്ന് നിങ്ങളോട് സംസാരിച്ചോളാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ ഡിസൈപ്പിൾഷിപ്പ് ഈസ് എ ഹെർക്കൂലിയൻ ടാസ്ക്. ഇറ്റ് ഇസ് എ ചലഞ്ചിങ് മിഷൻ. യേശുവിൻ്റെ അനുയായി ആവുക എന്നത് അപകടകരമാണ്. അത് ദുഷ്കരമാണ്. അത് ചിലപ്പോഴൊക്കെ അസാധ്യമായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ക്രിസ്ത്യാനിയായി കാണപ്പെടുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുക, ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിന്. അതേക്കുറിച്ചൊരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, there are temptations for us. നമുക്കൊരുപാട് പ്രലോഭനങ്ങൾ നമുക്ക് ചുറ്റും നമ്മെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അതിലൊരു സമ്മർദ്ദമാണ് നമ്മെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, നിർബന്ധിക്കുന്ന ചില രീതികൾ, നമ്മെ അടിമപ്പെടുത്തുന്ന ചില ചിന്താധാരകൾ. നാം സഭയെന്ന് പറയേണ്ടതിന് പകരം ചിലപ്പോൾ തെറ്റിച്ച് വലിയ ആവേശത്തോടെ സമുദായം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്കതിൽ ഭയമുണ്ട്. രക്ഷിക്കപ്പെട്ടവരുടെ, കർത്താവ് തൻ്റെ തിരിച്ചോരയാൽ വീണ്ടെടുത്തവരുടെ പേര് സഭയെന്നാണ് ഞാൻ മനസ്സിലാക്കുക. സമുദായം എന്നത് ഈ ഭൗമിക തലത്തിൽ പരസ്പരം വിളിക്കാവുന്നതും പരിചയപ്പെടുത്താവുന്നതുമായ ഒരു പദമാണ്. എന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ അടയാളവും രക്ഷിതാവിൻ്റെ സ്വഭാവവും അനുസരിച്ച് നാം സഭയാണ്. എന്നുവെച്ചാൽ മനുഷ്യനോട് ബന്ധമില്ല, ഭൂമിയോട് ബന്ധമില്ല എന്നല്ല. നാം ഈ ലോകത്തിലാണ് എങ്കിലും ലോകത്തിൻ്റെതല്ല എന്ന കർത്തൃവചനം അതിൻ്റെ ആധാരമാണ്. ഇന്ന് നമ്മുടെ പൊതുസമൂഹം ഏറ്റവും അധികം ക്ലേശിക്കുന്ന ഒരു ഭാഗമാണിത്. പണ്ട് നമ്മൾ പറയുമായിരുന്നു, അവനവൻ്റെ കുടുംബത്തെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ, മറ്റാരെക്കുറിച്ച് ഒരു കരുതലിൽ. ഇന്നിപ്പോൾ ആരും അങ്ങനെ ആ പരാതി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പരാതി പറയുന്നെങ്കിൽ തന്നെ അവനെക്കുറിച്ച് പോലും ഒരു കരുതലില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വർദ്ധിച്ചു വരുന്ന ഒരു വർഗീയത, ഒരു കമ്മ്യൂണൽ സെൻസിറ്റിവിറ്റി നമ്മുടെ ക്രിസ്തീയതയുടെ അടിത്തറ എടുത്തുകളയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എബനേസർ മാർത്തോമാ ഇടവക അതിൻ്റെ സുവർണ ജൂബിലി നിറവിലാണ്. നാം ചിതറിക്കപ്പെട്ടവരായിരുന്നു. പരിശുദ്ധാത്മാവ് ഒരുമിച്ച് കൂട്ടിയത് ആളുകളെ ചിതറിക്കാനല്ല, ഒരുമിച്ച് കൂട്ടാനാണ്. നമ്മുടെ ദേവാലയത്തിൽ വരുന്നവരെ നാം സഭാമക്കളെന്ന് പറയും. കർത്താവായ യേശു ക്രിസ്തു നാം മറന്നു പോകാതിരിക്കാനും മറച്ചു പിടിക്കാതിരിക്കാനും ഒരു പദം കൂടി തന്നിട്ടുണ്ട്. അത് നാം കൂടെ ഉപയോഗിക്കണം. ദൈവരാജ്യം. സഭയെന്ന് ആരാധിക്കുന്നവർ ഒരുമിച്ച് വിളിക്കപ്പെടുന്നത് പോലെ തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദൈവരാജ്യത്തിലാണ് എല്ലാവരും. What a beautiful expression. It is a kingdom of God that consists everyone. എനിക്ക് ജൂബിലിയിൽ പ്രിയപ്പെട്ട നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ കമ്മ്യൂണലൈസേഷനെ ചെറുത്തു നിർത്തി യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ കൂട്ടായ്മ പണിയാൻ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന്
നമുക്ക് ജൂബിലി നിറവിൽ പങ്കുവയ്ക്കാം. We will be forced to join the other group, but never succumb to that temptation. Stay on with the community and communion. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനിയോടും ബഹുമാന്യനായ മന്ത്രി ശ്രീ അനിലിനോടും നമ്മുടെ നിയമസഭാ സാമാജികൻ പ്രിയപ്പെട്ട പ്രശാന്തിനോടും വികാരിയച്ഛനോടും നമ്മളുടെ ഇടവക പ്രതിനിധികളോടും നിങ്ങളെല്ലാവരോടും ചേർന്ന് ഈ ജൂബിലിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. You have invited me not as a guest, and I believe I am part of this community as well. God bless you all.